Welcome to BSc Mechanics Vibrations Part 9. മെക്കാനിക്സ് ഞാൻ രണ്ട് പോസ്റ്റിങ്സ് ആയിട്ടാണ് പ്ലേലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. BSc മെക്കാനിക്സും BSc വൈബ്രേഷൻസും എന്ന രണ്ട് ഹെഡിങ്ങിലാണ് പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ വൈബ്രേഷൻസിൽ നമ്മൾ അൺഡാംഡ് SHM കണ്ടു, ഡാംഡ് വൈബ്രേഷൻസ് കണ്ടു. ഈ ഒരു വൈബ്രേഷൻ കൂടെ കണ്ടിട്ട് വേണം ഇതിൻ്റെ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസും ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ. അത് ഇനി കാണാനുള്ളത് ഫോഴ്സ്ഡ് വൈബ്രേഷൻസാണ്. ഇതുവരെ കണ്ടത് നാച്ചുറൽ വൈബ്രേഷൻസാണ്. ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് സിസ്റ്റത്തിനെ വൈബ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാത്ത സ്വയമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന അവസ്ഥ. നമ്മളൊന്ന് മെയിൻ പൊസിഷനിൽ ഇരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റത്തിനെ നമ്മളൊന്ന് ഡിസ്റ്റർബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ എക്സിക്യൂട്ട് വൈബ്രേഷൻസ് ബൈ ഇറ്റ് സെൽഫ്. അത് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലും ഒക്കെ വൈബ്രേറ്റ് ചെയ്യുന്നു കണ്ടു. അത് ഡ്രിവൺ ഡാംഡ് വൈബ്രേഷൻസും അൺഡാംഡും കണ്ടു. ഇനി ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മെക്കാനിക്കൽ വൈബ്രേഷൻസ് മാത്രമായി കാണുന്നത്. അവിടെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് വൈബ്രേറ്റ് ചെയ്യുന്ന സിസ്റ്റം, അതിനെ നമ്മൾ ഡ്രിവൺ എന്നാണ് വിളിക്കുക. ഡ്രൈവ് ചെയ്യപ്പെടുന്നത് ഡ്രിവൺ എന്ന് പറയും. രണ്ട്, ഇതിനെ വൈബ്രേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഏജൻറ്റ്, അതിനെ ഡ്രൈവർ എന്ന് പറയും. അപ്പോൾ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഡ്രിവൺ, ദി അതർ ഈസ് ഡ്രൈവർ. ഫോഴ്സ്ഡ് വൈബ്രേഷൻസ് നമ്മൾ പ്രകൃതിയിൽ നിത്യജീവിതത്തിൽ ഇഷ്ടം പോലെ കാണുകയോ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗട്ടറുള്ള റോഡിൽ കൂടെ കാറ് ഒക്കെ ഓടുമ്പോൾ കാർ അവിടെ വൈബ്രേറ്റ് ചെയ്യും. അത് ഫോഴ്സ്ഡ് വൈബ്രേഷൻസാണ്. അവിടുത്തെ ഡ്രിവൺ എന്ന് പറയുന്ന കാറാണ്, ഡ്രൈവർ എന്ന് പറയുന്നത് ഈ ഗട്ടറാണ്. കാറ്റടിക്കുമ്പോൾ മരം, വൃക്ഷങ്ങൾ വൈബ്രേറ്റ് ചെയ്യും, ചാഞ്ചാടും, ഇലകൾ വൈബ്രേറ്റ് ചെയ്യും. ഇതെല്ലാം ഫോഴ്സ്ഡ് വൈബ്രേഷൻസാണ്. ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്. സസ്പെൻഷൻ ബ്രിഡ്ജ്, വണ്ടി കയറിയൊക്കെ പോകുമ്പോൾ ബ്രിഡ്ജ് വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കേസാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അവിടെ ഡ്രൈവർ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഒരു പീരിയോഡിക് ഫോഴ്സ് ആകുക. അതായത് ഇപ്പോൾ F0 സൈൻ ഫങ്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഒരു സിസ്റ്റത്തിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ F0 സൈൻ PT. പി എന്ന് പറഞ്ഞ സൈനിൻ്റെ കൂടെ ആംഗിളായിട്ട് വരുന്നതിൽ ടൈമിൻ്റെ കോഎഫിഷ്യൻറ്റ് ഫ്രീക്വൻസി ടൈമാണ്, ആംഗുലാർ ഫ്രീക്വൻസി ടൈമാണ്. അപ്പോൾ സൈൻ ഫങ്ഷൻ ഉള്ളത് കൊണ്ട് ഈ അപ്ലൈഡ് ഫോഴ്സ് F0 പ്ലസ് F0 0 മൈനസ് F0 0 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്വിങ്, ഊഞ്ഞാലിലൊരു കുട്ടിയെ ഇരുത്തിയിട്ട് ഒരാൾ ഇങ്ങനെ തള്ളുകയും വലിക്കുകയും ചെയ്യുമ്പോൾ അത് ഏതാണ്ട് ഈ ടൈപ്പ് ഫോഴ്സാണ്. F0 സൈൻ PT എന്ന് പറയുന്ന ഒരു തരം ഫോഴ്സ് അതിനായിട്ട് അടുത്ത് നിൽക്കും. അപ്പോൾ അതൊരു സ്പെഷ്യൽ കേസാണ്, സിമ്പിൾ കേസ്. ഈ ഗട്ടറിൽ കൂടെ കാറ് പോകുമ്പോൾ ഉള്ള വൈബ്രേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് ഫോം ചെയ്യണം. അപ്പോൾ ചുരുക്കത്തിൽ ഫോഴ്സ്ഡ് വൈബ്രേഷൻസിൽ ഏതൊക്കെ ഫോഴ്സസാണ് ആക്ട് ചെയ്യുന്നത്? ഡ്രിവൺ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ, ഓസിലേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്. ഒന്ന്, തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ട ഫോഴ്സാണ് റെസ്റ്റോറിങ് ഫോഴ്സ്, FR, ദറ്റ് ഈസ് മൈനസ്
കെ എക്സ്. അടുത്തത് ഡാമ്പിംഗ് ഫോഴ്സാ. അത് നമുക്ക് ഒഴിവാക്കാനൊക്കില്ല പ്രാക്ടിക്കൽ ഓസിലേഷൻസിൽ. അത് നേരത്തെ കണ്ടു. എഫ് ഡാമ്പിംഗ് ഈക്വൽസ് മൈനസ് സി ഇൻറ്റു വെലോസിറ്റി മൈനസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. എക്സ് ആക്സിസിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള വൈബ്രേഷൻ മാത്രം നമ്മളിപ്പോൾ 1 ഡയമെൻഷണൽ വൈബ്രേഷനാണ് ചർച്ച ചെയ്യുന്നത്. ഇതുകൂടാതെ ഒരു ഫോഴ്സും കൂടെ ഈ കോണ്ടെക്സ്റ്റ് വരും ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ. അത് ഡ്രൈവർ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്. അത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേസ് എടുക്കുന്നു. F0 സൈൻ പി ടി എന്ന് എടുക്കുന്നു. അപ്പം നമുക്കതൊന്ന് ഫോം ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ ഫോഴ്സ്ഡ് വൈബ്രേറ്റർ എന്നുള്ളതാണ് ഇനി ഒന്ന് കാണേണ്ടത്. അതൊന്ന് കാണാം. അപ്പോൾ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി ഡ്രിവൺ. 1. റെസ്റ്റോറിംഗ് ഫോഴ്സ് FR ഈക്വൽസ് മൈനസ് കെ എക്സ്. 2. ഡാമ്പിംഗ് ഫോഴ്സ് FD ഈക്വൽസ് മൈനസ് സി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. 3. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദി ഡ്രൈവർ. അതിന് അപ്ലൈഡ് ഫോഴ്സ് FA ഈക്വൽസ് F0 സൈൻ പി ടി. പി ഈസ് ദി നമ്മൾ ആ സിസ്റ്റം വൈബ്രേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഫ്രീക്വൻസിയാണ്. നമ്മളതിനെ വൈബ്രേറ്റ് ചെയ്യാൻ പി ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യാനാണ് നമ്മളതിനെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി വേറെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേഷൻസൊക്കെ കാണാം. ഇപ്പോൾ ഈ 3 ഫോഴ്സസ് ആണിപ്പോൾ ആ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്നത് എങ്കിൽ റിസൾട്ടൻ്റ് ഫോഴ്സ് ഓൺ ദി ഡ്രിവൺ ഈസ് F ഈക്വൽസ് FR പ്ലസ് FD പ്ലസ് FA. ന്യൂട്ടൺസ് ലോ അനുസരിച്ച് റിസൾട്ടൻ്റ് ഫോഴ്സ് F ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ m ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് FR ഈസ് മൈനസ് കെ എക്സ് പ്ലസ് FD ഈസ് മൈനസ് ഡി എക്സ് ബൈ ഡി ടി പ്ലസ് FA ഈസ് F0 സൈൻ പി ടി. ഇതിനെ ഇക്വേഷനെ എം കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽസ് മൈനസ് കെ ബൈ എം ഇൻറ്റു എക്സ് മൈനസ് സി ബൈ എം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് F0 ബൈ എം ഇൻറ്റു സൈൻ പി ടി. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് കെ ബൈ എം ഈക്വൽസ് ഒമേഗ 0 സ്ക്വയർ. ഡാമ്പിങ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ വൈബ്രേഷൻ നടത്തുമ്പോൾ ആ സിസ്റ്റത്തിൻ്റെ ഒറിജിനൽ ഫ്രീക്വൻസിയാണ് ω0. അപ്പോൾ കെ ബൈ എം എന്ന് പറഞ്ഞാൽ ω0 സ്ക്വയർ നമ്മൾ ആദ്യം തൊട്ട് കാണുന്നത്. സി ബൈ എം, സി ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡാമ്പിങ്. സി ബൈ എം നമ്മൾ നേരത്തെ ഇതിന് മുമ്പുള്ള അനാലിസിസിൽ കണ്ടു 2 ബീറ്റ എന്ന് എഴുതുക. ബീറ്റ ഈസ് കോൾഡ് ഡാമ്പിങ് ഫാക്ടർ. F0 ബൈ എം സ്മോൾ F0 എന്ന് എഴുതുന്നു. ദറ്റ് ഈസ് ദി ഡ്രൈവിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. കാരണം പെർ യൂണിറ്റ് ഡിവൈഡഡ് ബൈ F0 ബൈ എം. അപ്പോൾ ഫോഴ്സ് ആംപ്ലിറ്റ്യൂഡ് പെർ യൂണിറ്റ് മാസ് എക്സേർട്ടഡ് ബൈ ദി ഡ്രൈവർ. അതാ F0. ഇതെല്ലാം ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് റീഅറേഞ്ച് ചെയ്യുക. എല്ലാവരും റീഅറേഞ്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ് ടേംസൊക്കെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 2 ബീറ്റ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ω0 സ്ക്വയർ എക്സ് ഈക്വൽസ് ആ പോസിറ്റീവ് ടേം റൈറ്റ് സൈഡിൽ മെയിൻറ്റെയിൻ ചെയ്യുക ഈക്വൽസ് സ്മോൾ F0 സൈൻ പി ടി. ദിസ് ഈസ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഫോഴ്സ്ഡ് വൈബ്രേറ്റർ ഓർ ഫോഴ്സ്ഡ് വൈബ്രേഷൻസ്. ഇനി ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ്. സൊല്യൂഷൻ ഇത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ലെഫ്റ്റ് സൈഡ് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ പാർട്ടാണ്. റൈറ്റ് സൈഡിലൊരു സ്പെഷ്യൽ ഫങ്ഷൻ കയറി വന്നിട്ടുണ്ട്. 0 അല്ല, റൈറ്റ് സൈഡ് 0 ആകുമ്പോൾ അത് ഡാംഡ് വൈബ്രേറ്ററാണ്. ഇവിടെ അതിന് പകരം F0 സൈൻ പി ടി എന്നൊരു ടൈം റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. ഇത്തരം ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ അതിന് സൊല്യൂഷന് 2 പാർട്ട് വരും. കോംപ്ലിമെൻ്ററി ഫങ്ഷൻ, പർട്ടിക്കുലർ ഇൻറ്റഗ്രൽ.
ഇത് രണ്ടും എടുത്തുകൊണ്ട് വേണം ജനറൽ സൊല്യൂഷൻ എടുക്കാൻ. അതിന് ഒരു പോസ്റ്റിംഗ് ആവശ്യമാണ്. അത് നമ്മൾ അടുത്ത പോസ്റ്റിങ്ങിൽ കാണും. താങ്ക് യു.